ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 കിലോ ചിക്കൻ, അര കിലോ സവാള നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1/2 കിലോ ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലയുടെ കൂട്ട് സ്പൈസസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത് ചൈനീസ് സാൾട്ട്, നെയ്യ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. ഇത് പിന്നെ നമ്മളുടെ ചില്ലി പൗഡർ. എരിവ് അധികം ഉള്ളവർക്ക് ഈ ചില്ലി ചേർക്കാം, പോരാത്തത് കാശ്മീരി ചില്ലി ചേർക്കാം. പിന്നെ പുതിനയില, മല്ലിയില, മുളക്, വേപ്പില, ഇത് കുറച്ച് പട്ടയുടെ ഇലയാണ്, പിന്നെ തൈര്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 2.5 കിലോ അരി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഉപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാല റെഡിയാക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ നാരങ്ങ നീര്, ഉപ്പ് പാകത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചൈനീസ് സാൾട്ട്, അത് കുറച്ച് അതും ചേർത്ത് നമുക്കിത് നല്ലോണം ഇളക്കി മസാലയൊക്കെ കൂട്ടി വെക്കാം. മസാല പുരട്ടി ഇത് കുറച്ച് നേരം ഇരിക്കണം. ചിക്കൻ അവിടെ മസാലയൊക്കെ റെഡിയാക്കി വെക്കണ നേരം കൊണ്ട് നമുക്ക് അരി വേവിക്കാൻ വെക്കാം. അതിലേക്ക് ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം, ഇപ്പം ഞാൻ 2.5 കിലോ അരിയിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരണം. നമ്മൾ അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവാൻ വയ്ക്കാം. നമ്മൾക്ക് ചിക്കൻ റെഡിയാക്കാൻ നോക്കാം. അരി അവിടെ കിടന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിലേക്ക് 1/2 കിലോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ചൂടാവട്ടെ. ഓയിൽ ഒഴിച്ചത് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ജീരകം, ഏലക്കായ, പെരുംജീരകം എല്ലാം എടുത്തു വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഏലക്കായൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി മൂത്തപ്പോൾ നമുക്കതിലേക്ക് 2-3 കറുവപ്പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തീ ഇത്തിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇല ഒന്ന് പൊട്ടി. ഈ സവാള കിടന്ന് നല്ലോണം മൂക്കണം.
നമ്മുടെ സവാളയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. സവാള മൂക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചാൽ വേഗം മൂത്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊരു 3-4 സ്പൂൺ ചേർക്കണം. ചിക്കൻ നമുക്ക് കൂടുതൽ ചിക്കൻ ഉണ്ടല്ലോ, ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി അത് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അടി കരിയാതെ വെക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ചായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊരു 1/2 കിലോ തക്കാളി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചൈനീസ് സാൾട്ട്, അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. സവാള ഇട്ട് കുറച്ചൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് സവാള നല്ലോണം വഴന്നു വരാനുള്ള സമയം എടുക്കും. സവാള വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണിത്. നമ്മുടെ തക്കാളി കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലോണം ഇളക്കി കൂട്ടൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച്, ചിക്കനൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പുതിന ഇല അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവാൻ വയ്ക്കാം. ഇനി അത് ചെറിയ തീയിൽ വേവണം. നമ്മുടെ ചിക്കൻ ഒന്നായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ 2 കിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 പാക്കറ്റ് മതിയാവും. ഞാൻ നമ്മുടെ 4 കിലോ ചിക്കൻ എടുത്തേക്കണ കാരണം നമുക്ക് 2 പാക്കറ്റ് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. തൈര് ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഇത് നല്ലോണം വേവട്ടെ. നമ്മളുടെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് എടുക്കും ഇത് ആയി വരാൻ. അതുവരെ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മൾക്ക് റൈസിൻ്റെ പണി നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. മൂന്നാല് സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ അരി വേവിക്കാൻ വെച്ചത് ഒരു പകുതി പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലത്തെ വെള്ളം ഊറ്റിക്കളയാം. ഇനിയിപ്പോൾ നമ്മൾ ദം ബിരിയാണി ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് റൈസ് ഇട്ടിട്ട് പരത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അതും പരത്തിയിട്ടിട്ട് എല്ലാം പരത്തിയിടണം. അതിലേക്ക് അതിൻ്റെ മേലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത്
നല്ല ഇളക്കി വെക്കണം. അതിലേക്ക് നമ്മളുടെ ലെമൺ ജ്യൂസ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2-3 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചേക്കുന്ന നീരാണിത്. അത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നെയ്യ് ഒഴിച്ച് നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പുതിന ഇല, മല്ലിയില എല്ലാം മേലെ ഇട്ട് ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ കത്തിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ അത് ഇട്ടൊരു നനഞ്ഞ തുണി ഉള്ള അടപ്പ് വെച്ച് നമുക്ക് അടച്ച് നമ്മൾ ഈ അരി വാർത്ത് വെച്ചിരിക്കുന്ന ചൂട് തിളച്ച വെള്ളം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ കത്തട്ടെ. നമ്മുടെ ബിരിയാണി റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം തീയൊക്കെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാൻ പാകത്തിലാണ്. ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനെടുക്കാം. ടേസ്റ്റ് ഉണ്ടോ? അമ്പരമണി സൂപ്പർ.